വൈകിട്ടാണെങ്കിലേ ഒന്ന് പുതിയാവ് അമ്പലം വരെ പോയാലോ എന്ന് വിചാരിച്ചേ. മോളാണെങ്കിൽ പട്ടുപാടൊക്കെ കിട്ടേണ്ട ഒരു സന്തോഷത്തിലാണ് അവള്. അങ്ങനെ നേരെ പുതിയാവ് അമ്പലത്തിലോട്ട് വന്നേ. ഒത്തിരി ദിവസമായി ഇവിടോട്ടൊന്ന് വരണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോഴതിന് സമയമൊത്ത് കേട്ടോ. അങ്ങനെ പൂവെല്ലാം മേടിച്ച് അമ്പലത്തിലെത്തി തൊഴുവാണേ. മോളാണെങ്കിൽ ചുറ്റിനും നോക്കും എന്തൊക്കെയോ ഉള്ളതെന്ന്. തൊഴലൊന്നുമല്ല പുള്ളിക്കാരി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ പ്രസാദം വാങ്ങിച്ച് അവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച്. മോൾക്കാണെങ്കിലോ ഈ ചന്ദനമൊക്കെ തൊടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് തൊടാനും തൊട്ട് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. തലയിൽ പൂവൊക്കെ വെച്ച് തരാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നപ്പോഴോ അവൾക്കാണെങ്കിൽ മുട്ടായി വേണം എന്നുള്ളൊരു വാശി. അങ്ങനെ ഒരു മുട്ടായിയും കൊടുത്ത് ഞങ്ങൾക്ക് ഇച്ചിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴോ പുള്ളിക്കാരിക്ക് വിശക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോറ് കൊടുത്തപ്പോഴോ 2 വാ കഴിച്ചതേ ഉള്ളൂ. പിന്നെ അവൾക്ക് വേണ്ട. പിന്നെ അവൾക്ക് കളിയുടെ ബഹളമായി. ഇച്ചിരി നേരം ഞാൻ വിചാരിച്ച് കളിച്ചോട്ടെ. ഇങ്ങനെയാണ് കുരുത്തക്കേടൊക്കെ വീട്ടിൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇച്ചിരി മുരിങ്ങയില കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ അതും കിച്ചിപ്പറിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആളുടെ സാന്നിധ്യം അവിടെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നേരെ കിടത്തി ഉറക്കിയേ.